بالله من الشيطان الرجيم ولا تتمنوا ما فضل الله به بعضكم على بعض. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വാനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവനിഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ ജീവിതം കഴിച്ചുകൂട്ടാനും മരണാനന്തരം അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബസമേതം ഒരുമിച്ചുകൂടാനുമുള്ള എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടവും തൃപ്തിയും സ്നേഹവും നേടിയെടുക്കുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. കാരണം നാളിതുവരെ നാം നേടിയതും ഇനി നേടാനിരിക്കുന്നതും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമുക്ക് നൽകിയ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹജീവികളുടെ സ്നേഹവും ഇഷ്ടവും അതും നമുക്ക് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അവരോടൊപ്പമാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ജീവിക്കുന്ന കുടുംബത്തില്, സമൂഹത്തില്, നമ്മുടെ കൂട്ടുകാർക്കിടയിൽ എല്ലാം അവരുടെ ഇഷ്ടവും സ്നേഹവും ലഭിക്കുക എന്നതും വളരെ പ്രാധാന്യമുള്ള ഒരു സുപ്രധാനമായൊരു വിഷയം തന്നെയാണ്. എന്താണ് ഇത് രണ്ടും ലഭിക്കാനുള്ള ഒരു വഴി? മഹാനായ സഹൽ ബിൻ സഅദ് അസ്സാഇദി അദ്ദേഹം നബിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അതൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ റജുലുൻ, നബിയുടെ അടുക്കിലേക്ക് ഒരാൾ വരികയുണ്ടായി. ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനി അല്ലാഹ് വഅഹബ്ബനി അന്നാസ്. ഒരു പ്രവൃത്തി എനിക്ക് താങ്കൾ പറഞ്ഞു തന്നാലും ഞാനത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടണം, ഞാനത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവും എന്നെ ഇഷ്ടപ്പെടണം. അല്ലാഹുവിന്റെയും ജനങ്ങളുടെയും ഇഷ്ടം കിട്ടാൻ പറ്റിയ പ്രവർത്തനത്തെക്കുറിച്ച് താങ്കൾ എനിക്ക് അറിയിച്ചു തന്നാലും എന്നാണ് ചോദിക്കുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബകല്ലാഹ്. താങ്കൾ ദുനിയാവിനോട് വിരക്തിയുള്ളവനാകണം, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളെ ഇഷ്ടപ്പെടും. വസ്ഹദ് ഫീമാ ഫീ ഐദിന്നാസ് യുഹിബ്ബുകന്നാസ്. താങ്കൾ ജനങ്ങളുടെ കൈകളിലുള്ളതിനെ ആഗ്രഹിക്കാതിരിക്കുകയും അതിനോട് താങ്കൾ വിരക്തിയുള്ളവനാവുകയും ചെയ്യണം, എങ്കിൽ താങ്കളെ ജനങ്ങളും ഇഷ്ടപ്പെടും എന്നാണ്. സുഹൃദാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ മനസ്സ് സമ്പത്തിനോടും സുഖങ്ങളോടും സൗകര്യങ്ങളോടും ദുനിയാവിനോടും ജനങ്ങൾക്ക് ലഭിച്ച കാര്യങ്ങളോടുമൊക്കെയുള്ള ഒരു ആസക്തിയും ആർത്തിയും ആഗ്രഹവും സ്വാഭാവികമായിട്ടും ജനിപ്പിക്കൽ ഉണ്ടാവും എന്നുള്ളതാണ്. മനുഷ്യരെ അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യന് ജിന്നുകളിൽ നിന്ന്, മലക്കുകളിൽ നിന്ന് വ്യതിരിക്തനാക്കുന്നത്, മലക്കുകൾക്ക് ബുദ്ധിയുണ്ട്, ശഹ്വത്തില്ല. മനുഷ്യന് ശഹ്വത്തും ബുദ്ധിയുമുണ്ട് എന്നതാണ് മനുഷ്യനെയും മലക്കിനെയും വേർതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ മനസ്സിലുണ്ടാകുന്ന ഈ ഭൗതികതയോടുള്ള ആഗ്രഹങ്ങളും താൽപര്യങ്ങളും മനസ്സിൽ നിന്ന് നീക്കം ചെയ്ത് അല്ലാഹുവിന്റെ പക്കലുള്ളതിനെ ആഗ്രഹിക്കാൻ, അതിനെ പ്രതീക്ഷിക്കാൻ, അതിനുവേണ്ടി പണിയെടുക്കാൻ, അത് റബ്ബിനോട് ചോദിച്ച് ഇരന്നു വാങ്ങാൻ, ആ മാർഗത്തിൽ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും സഹിക്കാൻ, ത്യാഗം നിറഞ്ഞ ജീവിതം നയിക്കാൻ ആരെങ്കിലും പരിശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് അല്ലാഹുവിന്റെ ഇഷ്ടമുണ്ടാകും. നമ്മുടെ സഹജീവികളുടെ കൈകളിലുള്ള നഈമുകൾ, അനുഗ്രഹങ്ങൾ, അതിൽ നിന്ന് നമ്മുടെ കണ്ണിനെ തെറ്റിക്കാനും അത് നമ്മുടെ ലക്ഷ്യമാക്കാതിരിക്കാനും നമുക്ക് സാധ്യമായി കഴിഞ്ഞാൽ ആളുകളുടെ ഇഷ്ടവും നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സുഹദ് എന്ന് പറഞ്ഞാൽ ദുനിയാവിലുള്ള ആഗ്രഹങ്ങൾ കുറക്കുക എന്നുള്ളതാണ്. വഅദ്മുൽ ഹുസ്ന്, ദുഃഖമില്ലാത്ത അവസ്ഥ, അലാമാ ഫാത്ത മിൻഹ, ദുനിയാവിൽ നിന്ന് അവന് നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിലപിക്കാതിരിക്കുകയും കരയാതിരിക്കുകയും വ്യസനിക്കാതിരിക്കുകയും ചെയ്യലും ദുനിയാവിൽ അമിതമായ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്താതിരിക്കലുമാണ് യഥാർത്ഥത്തിൽ സുഹദ്, വിരക്തി എന്ന് പറയുന്നത്. സുഹാദുകൾ അന്നഹും അഹബ്ബു മാ അഹബ്ബല്ലാഹ് വകരിഹു മാ കരിഹല്ലാഹ്. ഈ ദുനിയാവിലെ മറ്റേതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടമുള്ളതിനെ അവർ ഇഷ്ടപ്പെടുകയും
അല്ലാഹു സുബ്ഹാനഹു വ തആല വെറുത്തതിനെ അവർ വെറുക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിരക്തരായിട്ടുള്ളത്. എന്താണ് താങ്കൾക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന് ഇഷ്ടമുള്ള എല്ലാ സൽഗുണങ്ങളുമാണ് എന്റെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾ എന്ന് പറയാൻ അവർക്ക് സാധിക്കും. എന്താണ് താങ്കൾക്ക് വെറുപ്പെന്ന് ചോദിച്ചാൽ അള്ളാഹു വെറുത്ത സകല കാര്യങ്ങളെയും എനിക്ക് വെറുപ്പാണെന്ന് പറയാൻ അവർക്ക് സാധിക്കും. അവരാകുന്നു വിരക്തർ, സുഹാദുകൾ എന്നാണ് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുള്ളത്. ഇബ്നു റജബ് ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഹദീസിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്ന് അസ്സുഹ്ദു ഫിദ്ദുനിയ, ദുനിയാവിനോടുള്ള വിരക്തി. അത് വഅന്നഹു മുഖ്തദിൻ ലിമഹബ്ബത്തില്ലാഹി അസ്സ വജല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം പിടിച്ചുപറ്റാനുള്ള ഒരു കാരണമാണ്. ദുനിയാവിനോട് വിരക്തമായ ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഇന്നത്തെ ഒരു സമയത്ത്, ഇന്നത്തെ കാലത്ത് ഇവിടെ പരമാവധി അടിച്ചു പൊളിക്കണം, സൗന്ദര്യമുള്ളവരാകണം, സുഖിക്കണം, രസിക്കണം, രമിക്കണം, അല്ലെ, ഒരു ഫെസ്റ്റിവൽ മൈൻഡ് എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. മുതിർന്നവരെ അടക്കം അത് ബാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമ്മുടെ കല്യാണ സദസ്സുകളൊക്കെ ഇന്ന് ആഭാസങ്ങളുടെയും അഭിനയങ്ങളുടെയും കാട്ടിക്കൂട്ടലുകളുടെയും പാട്ടിന്റെയും കൂത്തിന്റെയും വേദികളായി മാറുമ്പോൾ അതൊന്നും പ്രശ്നമില്ലെന്നേ. ഒരു വിവാഹത്തിന്റെ മജ്‌ലിസല്ലേ, അതൊക്കെ ആയിക്കോട്ടെ, ഒരു സന്തോഷമല്ലേ, കുട്ടികളല്ലേ, അവരെ കളിച്ചോട്ടെ എന്ന് പറയുന്നിടത്താണ് മുതിർന്നവരുള്ളത്. എന്താണോ ക്യാമറാമാൻ നിർദ്ദേശിക്കുന്നത് അത് അതുപോലെ അഭിനയിക്കുന്ന ഒരു പ്രൊഡ്യൂസറുടെ, ഒരു ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം നടീനടന്മാർ അഭിനയിച്ച് തീർക്കുന്നത് പോലെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാകുന്ന വിവാഹത്തിന് അവസരം വന്നിണങ്ങുമ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ബിസ്മിയും ഹംദും ചൊല്ലി ഏറ്റെടുത്ത ബാധ്യതകൾ പിന്നീട് ചെയ്തു കൂട്ടുന്നത് കാണുമ്പോൾ നമുക്ക് ലജ്ജ തോന്നുകയാണ്. യഥാർത്ഥത്തിൽ ദുനിയാവ് എന്ന് പറയുന്നത് വഞ്ചിക്കുന്ന വിഭവമാണെന്നും ഇവിടുത്തെ അലങ്കാരങ്ങളോടും ഇവിടുത്തെ സൗകര്യങ്ങളോടും ഇവിടുത്തെ സംവിധാനങ്ങളോടും അത്യാർത്തി നമുക്ക് വേണ്ടതില്ലെന്നും അതിനോട് നമുക്ക് വിരക്തി കാത്തുസൂക്ഷിക്കാൻ സാധിച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അടങ്ങാത്ത സ്നേഹവും അവനിലേക്ക് അടുക്കാനുള്ള ആഗ്രഹവും അത് അജണ്ടയായി നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അള്ളാഹുവിന്റെ അടിമകളാവുകയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയെ ആശ്രയിക്കുകയും അടിമകളെ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇന്ന് ആരാധനകൾ നിർവഹിക്കുന്നത് പോലും അടിമകളുടെ, പടപ്പുകളുടെ പ്രശസ്തിക്കു വേണ്ടിയും പ്രശംസയ്ക്കു വേണ്ടിയും ആയിത്തീരുമ്പോൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദാസന്മാരാണോ നമ്മൾ, അതല്ല അടിമകളുടെ അടിമകളായി മാറുന്നുണ്ടോ എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമകൾ നശിക്കട്ടെ. തഇസ അബ്ദുദ് ദീനാർ വ ദിർഹം, ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമകൾ നശിക്കട്ടെ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തേ? അവർ ദീനിനേക്കാൾ പ്രാധാന്യം സമ്പത്തിനും സൗകര്യങ്ങൾക്കും ദീനാറിനും ദിർഹമിനും കാണിക്കുകയും ആരാധനകൾക്ക് പോലും വീഴ്ച വരുത്തി അവർ ദീനാറിന്റെയും ദിർഹമിന്റെയും പിന്നാലെ ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യമാണ്. ദുനിയാവിലുള്ള സൗകര്യങ്ങളോടും സംവിധാനങ്ങളോടും സീനത്തിനോടുമുള്ള ആ ഒരു അത്യാർത്തി നമ്മൾ വെടിയുകയും ആവശ്യത്തിന് മാത്രം അത് കൊള്ളുകയും ചെയ്യുക. പണം സമ്പാദിക്കണം, ആവശ്യത്തിനത് കൊള്ളുക എന്നുള്ളതാണ്. സൗകര്യങ്ങൾ വേണം, അത്യാവശ്യത്തിനുള്ള സൗകര്യങ്ങൾ. നമുക്ക് അള്ളാഹു അനുവദിച്ചു തന്ന സുഖങ്ങളായിരുന്നാൽ പോലും അതിലും ലിമിറ്റേഷൻസ് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്ന കാര്യം നാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോൾ ഇബ്നു അബ്ബാസിനെ വിളിച്ചുകൊണ്ട് പറയാ, മകനെ, ഞാൻ നിനക്ക് ചില വസിയത്തുകൾ നൽകാം. അതിലൊന്നാമത്തെ വസിയത്ത് ബിഹുബ്ബില്ലാഹി അസ്സ വജൽ വഹുബ്ബു ത്വാഅതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നീ സ്നേഹിക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അനുസരിക്കുന്ന കാര്യം നീ ഇഷ്ടത്തോടുകൂടെ ചെയ്യുക. അള്ളാഹിനെ അനുസരിക്കാൻ നീ ഇഷ്ടപ്പെടുക, അള്ളാഹുവിനെ നീ ഇഷ്ടപ്പെടുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എതിര് പ്രവർത്തിക്കുന്നതിനെ നീ ഭയക്കുകയും ചെയ്യുക. നീ അള്ളാഹുവിനെ സ്നേഹിക്കുകയും അവനെ അനുസരിക്കുകയും ചെയ്താൽ നഫഅക കുല്ല അഹദിൻ, നിന്നെക്കൊണ്ട് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും. അതായത് ഒരു മനുഷ്യൻ അള്ളാഹിനെ സ്നേഹിച്ചും അള്ളാഹിനെ അനുസരിച്ചും ജീവിക്കുകയാണെങ്കിൽ ഓനെക്കൊണ്ട് എല്ലാവർക്കും ഉപകാരം ഉണ്ടാവും. അങ്ങനെ ഒരു മനുഷ്യൻ ജീവിക്കുന്ന കുടുംബത്തിൽ അവിടുത്തെ മക്കൾക്കും അവിടുത്തെ ഇണകൾക്കും എല്ലാവർക്കും അവനെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. അവൻ ജീവിക്കുന്ന നാട്ടിൽ അവനെ കൊണ്ട് ഉപകാരം ഉണ്ടാവും. കാരണം അവൻ അള്ളാഹിനെ സ്നേഹിച്ച് അള്ളാഹിനെ അനുസരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ സ്നേഹിച്ചും അള്ളാഹിനെ അനുസരിച്ചും ജീവിക്കണോനിൽ നിന്ന് മറ്റുള്ളവർക്ക് ഉപകാരം മാത്രമേ ഉണ്ടാവുള്ളൂ. നീ അള്ളാഹുവിന്റെ കോപത്തെ, അവനെ എതിരെ പ്രവർത്തിക്കുന്നതിനെ നീ ഭയക്കണം.
അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനെ നീ ഭയക്കണം. അങ്ങനെയെങ്കിൽ നിന്നെക്കൊണ്ടൊരാൾക്കും ഒരു ഉപദ്രവവും ഉണ്ടാവുകയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് അള്ളാഹുവിന്റെ കോപം വെറുക്കുന്ന ഒരാള്, അയാളെ കൊണ്ട് ഒരാൾക്കൊരു ഉപദ്രവം ഉണ്ടാവില്ല. കാരണം അയാൾ അള്ളാന്റെ കോപത്തെ, അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുന്നതിനെ ഭയക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് സൽഗുണങ്ങൾ നിനക്കുണ്ടായിരുന്നാൽ നിന്നെക്കൊണ്ട് എല്ലാവർക്കും ഉപകാരമുണ്ടാവുമെന്നും നിന്നെക്കൊണ്ട് ഒരാൾക്കും ഒരു ഉപദ്രവം ഉണ്ടാവുകയില്ലെന്നും മഹാനായ അബ്ബാസ് ഇബ്നു മുത്തലിബ് റളിയല്ലാഹു അൻഹു മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ തന്റെ മകനെ ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രാധാന്യം കൊടുത്ത് ദുനിയാവിനോട് വിരക്തരാവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സ്വഹാബത്തിനെ കുറിച്ച് ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞ വാക്ക് നാം മുമ്പ് ഉദ്ധരിച്ചിട്ടുണ്ട്. അവരെ തേടി ദുനിയാവ് ഇങ്ങോട്ട് വന്നപ്പോൾ അവർ ദുനിയാവിൽ നിന്ന് ഓടിയകലുകയാണ് ചെയ്തത്. ദീനിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്, ആഖിറത്തിനാണ് അവർ പ്രാധാന്യം കൊടുത്തത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ എന്നത് നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോയി അവർ ജോലിസ്ഥലത്തെത്തുന്നതിന് മുമ്പ് വഴിയിലുള്ള പാവങ്ങൾക്ക് ആ ഭക്ഷണം നൽകുമായിരുന്നു. വീട്ടിലുള്ള ആളുകൾ വിചാരിക്കും അദ്ദേഹം ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. കടയിലുള്ള ആളുകളും വിചാരിക്കും അദ്ദേഹം എവിടെന്നോ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടു കൂട്ടരും അറിയാത്ത വിധത്തിൽ പാവങ്ങൾക്ക് ആ ഭക്ഷണം വിതരണം ചെയ്തിരുന്നു നമ്മുടെ മുൻഗാമികൾ എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ഈ ദുനിയാവിലുള്ള കാര്യങ്ങൾക്ക് എത്ര പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത് എന്നത് സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്, അല്ലേ? പലപ്പോഴും നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടുന്ന എല്ലാതും വാരി വലിച്ച് കഴിച്ച് അവസാനമുള്ളത് പോലും അടിച്ചു കയറ്റി യാതൊരു അളവുമില്ലാതെയാണ് പലപ്പോഴും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത്. കാരണം ഭക്ഷണത്തോടുള്ള പ്രിയം, ആസ്വാദനത്തോടുള്ള പ്രിയം, സുഖിക്കാനും രസിക്കാനും ആനന്ദിക്കാനുമുള്ള ഇടങ്ങൾ ഹലാലാണോ ഹറാമാണോ നോക്കാതെ അതിന്റെ പിന്നാലെ പോകുമ്പോൾ എങ്ങനെ അള്ളാന്റെ ഇഷ്ടം കിട്ടും? അതുകൊണ്ട് ദുനിയാവിനോട് നമുക്ക് വിരക്തി ഉണ്ടാകണം. അതുപോലെ തന്നെ ജനങ്ങളുടെ കൈകളിലുള്ളതിനെ നീ ആഗ്രഹിക്കരുത്, അതിനോടും നിനക്ക് വിരക്തി ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ജനങ്ങളുടെ കയ്യിലുള്ള അനുഗ്രഹങ്ങളും അവർക്ക് ലഭിച്ചതായിട്ടുള്ള നിഅമത്തുകളും അതിൽ കെട്ടിത്തടഞ്ഞ് നിന്റെ ഹൃദയത്തിന്റെ ചിന്തകൾ മാറിപ്പോകരുത് എന്നാണ്. ജനങ്ങളിലേക്ക് നിന്റെ ഹൃദയം ചാഞ്ഞു പോകരുത്. എനിക്കും വേണം അത്, എനിക്കും വേണം ഇത്, അവനേക്കാൾ എനിക്ക് നേടണം, ഇങ്ങനെയുള്ള ആർത്തി നമ്മൾ വെടിയേണ്ടതാണ്. എല്ലാം എനിക്ക് കിട്ടണം, എല്ലാം എനിക്ക് നുകരണം, എല്ലാവരെയും പോലെ എനിക്കും വേണം അത് എന്ന ഒരാഗ്രഹം നമ്മൾ ഉപേക്ഷിക്കേണ്ടതാണ്. മറിച്ച് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ആ ഒരു ഖുദ്റത്ത് ഉപയോഗിച്ചുകൊണ്ട് നാം പരമാവധി നമ്മുടെ ദീനിയായ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് ദുനിയവിയായിട്ട് നേടാനുള്ള കാര്യങ്ങൾ നമ്മൾ നേടുക. ഖാറൂനിനോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞില്ലേ, വലാ തൻസ നസീബക മിനദ് ദുനിയ വബ്തഗി ഫീമാ ആതാക അല്ലാഹു ദാറൽ ആഖിറ വലാ തൻസ നസീബക മിനദ് ദുനിയ. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് ഉപയോഗിച്ച് നീ പാരത്രിക ലോകത്തെ ഭവനം നേടാൻ പരിശ്രമിച്ചോ. വലാ തൻസ നസീബക മിനദ് ദുനിയ, ദുനിയാവിൽ നിനക്കുള്ള ഓഹരി നീ മറക്കുകയും വേണ്ട എന്നാണ് ഖാറൂനിനോട് മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കുള്ള ഓഹരി നാം ഒട്ടും വിസ്മരിക്കാത്ത വിധത്തിൽ തന്നെ നമുക്കെന്താണോ ആവശ്യമുള്ളത്, മറ്റുള്ളവരുടെ കയ്യിൽ എന്തുണ്ടോ അതെനിക്ക് നേടണം എന്നതല്ല, മറിച്ച് നമുക്കെന്താണോ ആവശ്യമുള്ളത് ജീവിക്കാനായിട്ട്, നമ്മുടെ കുടുംബം പോറ്റാനായിട്ട്, നമുക്ക് സ്വർഗം നേടാനായിട്ട്, നമ്മുടെ അജണ്ട എന്താണോ, നമ്മുടെ ലക്ഷ്യങ്ങൾ എന്താണോ അത് പൂർത്തീകരിക്കാനാണ് നാം ഓരോരുത്തരും ഇറങ്ങിപ്പുറപ്പെടേണ്ടത്. അല്ലാതെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി വിളമ്പിത്തരട്ടെ എന്ന് ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. മറ്റുള്ളവർ വിളമ്പുന്നതെന്തും വാരി വലിച്ച് കഴിക്കാനേ എനിക്ക് പറ്റൂ എന്നാരും തീരുമാനിക്കേണ്ടതില്ല. നമുക്കെന്താണോ ആവശ്യമുള്ളത് അത് പാകത്തിന് വിളമ്പിയെടുത്ത് നാം കഴിക്കുക എന്നല്ലാതെ മറ്റുള്ളവർ വാരിയിട്ട് കോരിത്തരുന്നതെല്ലാം നാം കഴിക്കേണ്ട യാതൊരുവിധ നിർബന്ധാവസ്ഥയും നമ്മെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എല്ലാവരുടെ വയറും ഒരുപോലെയല്ല, എല്ലാ ഭക്ഷണവും എല്ലാ വയറിനും പറ്റിക്കൊള്ളണമെന്നില്ല. ഇതൊരു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമുക്കെന്താണോ ആവശ്യമുള്ളത് അത് അല്ലാഹു ഹലാലാക്കി തന്ന കാര്യം നാം പരിശ്രമിച്ച് നേടിയെടുക്കുക എന്നുള്ളതാണ്. ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ്, നിനക്ക് ഉപകാരപ്രദമായ കാര്യത്തിൽ നീ താൽപര്യത്തോടുകൂടെ ഇറങ്ങിപ്പുറപ്പെടുക. പിന്നെയോ നീ അള്ളാഹുവിനോട് സഹായം തേടുകയും ചെയ്യുക. നിനക്ക് വല്ലതും നേടാൻ പറ്റിയില്ലെങ്കിൽ വലാ തഅജിസ്, നീ ദുർബലത കാണിക്കരുത്.
എല്ലാം റബ്ബിന്റെ വിധിയാണെന്ന് നീ വിചാരിക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ അകല അഹദുൻ തുആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാൾ തന്റെ കൈകൊണ്ട് സമ്പാദിച്ചുണ്ടാക്കിയത് ഭക്ഷിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ല ഭക്ഷണം വേറെയില്ല എന്നാണ്. അത് വീട്ടിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഒരു സാധാരണ ചോറും കറിയും കൂട്ടാനും നമ്മൾ കഴിക്കുന്നതും പുറത്ത് നമ്മൾ ഒരു ലക്ഷോറിയസ് ഹോട്ടലിൽ നിന്ന് നമ്മൾ കഴിക്കുന്നതും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയിട്ട് നാം കഴിക്കുന്ന വളരെ പരിമിതമായ ഫുഡുണ്ടല്ലോ, അതാണ് ഏറ്റവും നല്ല ഫുഡ് എന്നാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എവിടെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുക എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അത് ഏറ്റവും നല്ലൊരു ഹോട്ടലിന്റെ പേര് നമ്മൾ പറയും. നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് കഴിക്കലാണ് ഏറ്റവും നല്ല ഫുഡ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കയ്യിലുള്ളതല്ല നമ്മൾ നോക്കേണ്ടത്. നാം നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കി പടച്ച റബ്ബ് നമുക്ക് വീതം വെച്ച ഓഹരി നാം കൈക്കലാക്കുക എന്നുള്ളതാണ്. നാം താഴോട്ട് നോക്കുക എന്നതാണ്. ഉന്നുറു ഇലാ മൻഹു അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻഹു ഫൗഖകും. നിങ്ങൾ മുകളിലേക്കല്ല നോക്കേണ്ടത്, താഴോട്ട് നോക്കുക, അധ്വാനിക്കുക, താഴോട്ട് നോക്കുക. വർളി ബിമാ ഖസമല്ലാഹു ലക് തകുന്നഗനന്നാസ്. നിനക്ക് പടച്ച റബ്ബ് എന്താണോ നീ അധ്വാനിച്ചിട്ട് നിനക്ക് കിട്ടിയത് അതിൽ നീ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുക. രണ്ട് കൈയിലും വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചിട്ട് പോക്കറ്റിലെ പണം കടയിൽ കൊടുത്ത് തിരിച്ചു പോരുമ്പോൾ എന്റെ കയ്യിലെ എല്ലാം കാലിയായല്ലോ എന്നല്ല നമ്മൾ വിചാരിക്കേണ്ടത്. അൽഹംദുലില്ലാ, അങ്ങകലെ ഗസയിൽ വിശപ്പടക്കാൻ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുമ്പോ എന്റെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനുള്ള കാശ് പടച്ച റബ്ബ് എനിക്ക് തന്നല്ലോ. രോഗം വന്നാൽ ചികിത്സിക്കണം അല്ലെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ക്യാഷ് കൗണ്ടറിൽ ക്യാഷ് അടക്കുമ്പോൾ നമ്മൾ വിഷമിക്കേണ്ടതില്ല, പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, എന്റെ ഉമ്മയെ, എന്റെ ഉപ്പയെ, എന്റെ ഭാര്യയെ, എന്റെ മക്കളെ, എന്റെ ഇണയെ ഞാൻ പരിപാലിക്കാൻ വേണ്ടിയിട്ട് ഈ കിണഞ്ഞ് പരിശ്രമിക്കുന്നത് നീ എന്നിൽ നിന്ന് കബൂൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കണം. സദ്വിചാരം വെച്ച് പുലർത്തണം. അള്ളാഹ്ക്ക് ശുക്ർ കാണിക്കണം. അൽഹംദുലില്ലാ, മെഡിസിൻ വാങ്ങാനുള്ള കാശ് പടച്ച റബ്ബ് എനിക്ക് തന്നല്ലോ. അങ്ങനെയാണ് പലപ്പോഴും നമ്മളൊക്കെ ശപിച്ചു പറയാ ചെയ്യുക. കയ്യിലുള്ള കായും പോയി എന്നൊക്കെയാ പറയാ അല്ലെ. കുറെ ടെസ്റ്റും നടത്തി നോക്കുമ്പോ അതിലൊന്നുമില്ലാണ്. അപ്പൊ ക്യാൻസർ ഉണ്ടാവണമായിരുന്നോ? കിഡ്നി രണ്ടും ഫെയിലിയർ ആകണമായിരുന്നോ? അൾസർ ഉണ്ടാകണമായിരുന്നോ? എന്തിനാണ് ടെസ്റ്റ് നടത്തുന്നത്? അതില് രോഗമുണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ടാ? അല്ല, രോഗം ഉണ്ടാകാതിരിക്കാനാണ്, ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. റിസൾട്ട് നമുക്ക് പ്രതികൂലമാകരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് നടത്തുന്നത്. പക്ഷെ പലപ്പോഴും ആളുകൾ പറയാറുള്ളത് ആ കായ് അങ്ങോട്ട് പോയി കിട്ടിയെന്ന് പറയാം. സഹോദരന്മാരെ, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ചു പോകുമ്പോ അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. അതിൽ നമ്മൾ തൃപ്തിപ്പെടുകയാണ് ചെയ്യേണ്ടത്. അതോടൊപ്പം നമുക്ക് കിട്ടിയതിൽ തൃപ്തിപ്പെട്ട് പടച്ച റബ്ബിന് ശുക്ർ കാണിച്ച് നമ്മുടെ കാര്യങ്ങൾ നിവർത്തിച്ച് തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോവുക എന്നല്ലാണ്ട് ആളുകളോട് എരന്ന് നടക്കുന്ന, ആളുകളുടെ കയ്യിലുള്ളതിലേക്ക് മാത്രം നോക്കിയിട്ട് തന്റെ ലക്ഷ്യം നിർണ്ണയിക്കുന്നൊരവസ്ഥ ഒരിക്കലും നമുക്കുണ്ടായിക്കൂടാ. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണ്. എല്ലാവരുടെ കയ്യിലും ഷോർട്സും റീൽസും ആയതുകൊണ്ട് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കൂടെ ഓൺലൈനിൽ പർച്ചേസിംഗ് നടത്തുന്ന ആൾക്കാരുണ്ട് അല്ലെ. എത്രയോ കാശ് അങ്ങനെ നശിപ്പിച്ച് കളയുന്ന ആളുകളുണ്ട്. പണം ഇരട്ടിപ്പിക്കാൻ വേണ്ടിയിട്ട് കയ്യിലുള്ള പണവും ഭാര്യയുടെ പണ്ടം വിറ്റ പണവും എല്ലാം കൂടെ ചേർത്തിട്ട് അവിടെയും ഇവിടെയും കൊണ്ടുപോയി അടച്ചിട്ട് എല്ലാം നശിച്ചുപോയ ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ആക്രാന്തികളായിട്ട് നമ്മൾ ഒരിക്കലും മാറാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ജീവിക്കാൻ അത്യാവശ്യമായ, നമുക്ക് നമ്മുടെ കുടുംബം പോറ്റാൻ അത്യാവശ്യമായ, നമുക്ക് പാരത്രിക മോക്ഷത്തിന് ആവശ്യമായ കാര്യം നാം നുകരുക എന്നതാണ്. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് രണ്ടാമത്തെ ഒരു ഘട്ടത്തിൽ ഒരിക്കൽ കൂടെ ബൈഅത്ത് വാങ്ങി. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിനെ അല്ലാതെ ഒരാളെയും ആരാധിക്കരുത്, അവനിൽ പങ്കു ചേർക്കരുത്, 5 നേരത്തെ നമസ്കാരം നിങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്അലുന്നാസ ശൈഅൻ, ജനങ്ങളോട് നിങ്ങൾ ഒന്നും ചോദിക്കരുത്. ആ ബൈഅത്ത് സ്പെഷ്യൽ ആളുകളോടാണ്. ചോദിക്കേണ്ട ആളുകൾ ചില ആൾക്കാരുണ്ടായിരുന്നു, അവർ ചോദിച്ചിട്ടുണ്ട്, അവരെ സ്വഹാബത്ത് സഹായിച്ചിട്ടുമുണ്ട്. എന്നാൽ സ്വയം നമുക്ക് അധ്വാനിക്കാനും നമുക്ക് കുടുംബം പോറ്റാനും എല്ലാറ്റിനും കഴിയുമെങ്കിൽ, നമുക്ക് എണീറ്റ് പോയി വെള്ളമെടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ സഹായം തേടാനിരിക്കരുത് എന്നുള്ളതാണ്. ഈ സ്വഹാബിമാർ തന്റെ കൈകളിൽ നിന്ന് വടി വീണാൽ അത് മറ്റുള്ളവരെ കൊണ്ട് എടുപ്പിക്കാറില്ലായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരവസ്ഥ നമ്മൾ പരമാവധി കുറക്കണം. ഒരിക്കലും ഒരു സ്വയം
പര്യാപ്തത നടിക്കണം എന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചതെല്ലാം അനുവദനീയമാണ്. പക്ഷെ നമുക്കുള്ള കരുത്തും നമുക്കുള്ള കഴിവ് ഉപയോഗപ്പെടുത്തി നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് മറ്റുള്ളവരുടെ കൈകളിലുള്ളത് ആഗ്രഹിക്കാതെ, മറ്റുള്ളവരോട് ചോദിച്ചു നടക്കാതെ നാം മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഇഫ്ഫത്ത് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, വമൻ യസ്തഅഫിഫ് യുഇഫ്ഫുഹുല്ലാഹ്, അങ്ങനെ ആരെങ്കിലും ഒരു ഇഫ്ഫത്ത് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു സ്വയം ഒരു പര്യാപ്തത എനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനത് നൽകുമെന്നാണ്. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്, ആരെങ്കിലും സ്വയം തന്റെ കാര്യങ്ങളെല്ലാം നിർവഹിച്ച് മുന്നോട്ട് പോകാൻ ഒരു ഗിന വേണമെന്ന് ആഗ്രഹിച്ചാൽ അല്ലാഹ് അവന് ആ ഒരു ധന്യത നൽകുമെന്നാണ്. അൽ യദുൽ ഉലിയ ഖൈറും മിനൽ യദി സുഫ്ല, മുകളിലുള്ള കൈയാണ് താഴെ വാങ്ങുന്ന കൈയിനേക്കാൾ കൊടുക്കുന്ന കൈയാണ് ഏറ്റവും നല്ലത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ തസാലുൽ മസ്അല ബിഅഹദികും ഹത്താ യൽഖല്ലാഹ് വലൈസ ഫീഹി വജ്ഹിഹി മുസ്അത്തുൻ ലഹമിൻ, മുഖത്ത് ഇറച്ചിയില്ലാത്തവരായിട്ടാണ് ഇങ്ങനെ എരന്ന് നടക്കുന്ന ആൾക്കാരുണ്ട്. എവിടെ പോയാലും ആരെ കണ്ടാലും ഇങ്ങനെ പായ്യരം പറഞ്ഞു കൊടുക്കുന്ന ചില ആൾക്കാരുണ്ട്. അത്തരം ആളുകളുടെ മുഖത്ത് മാംസമുണ്ടാവുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് അന്യരുടെ കൈകളിലുള്ളത് നമ്മൾ ആഗ്രഹിക്കാതിരുന്നാൽ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറാനും സാധിക്കും. അപ്പോൾ എല്ലാവരും നമ്മെ ഇഷ്ടപ്പെടും, നമ്മെ സ്നേഹിക്കും എന്നുള്ളതാണ്. പടച്ച റബ്ബ് നമുക്ക് നൽകിയത് തൃപ്തിപ്പെട്ടുകൊണ്ട് പരമാവധി അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ കുടുംബം പോറ്റാനും നമ്മുടെ കാര്യങ്ങൾ നിർവഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മറ്റുള്ളവരോട് എരന്ന് നടക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കണം. മറ്റുള്ളവരുടെ കൈകളിലുള്ളത് നമ്മൾ ഒരിക്കലും ആഗ്രഹിച്ചു പോകരുത്. വലാ തതമന്നൂ മാ ഫദ്ദലല്ലാഹു ബിഹി ബഅദകും അലാ ബഅദിൻ, മറ്റുള്ളവർക്ക് അല്ലാഹു സുബ്ഹാനഹു ഖുർആനിൽ പറയണം, അല്ലാഹു നിങ്ങൾ മറ്റുള്ളവർക്ക് ഞാൻ വീതിച്ചു നൽകിയ, നിങ്ങളിൽ ചിലർക്ക് ചിലരേക്കാൾ കൂടുതലായി അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളോട് നിങ്ങൾക്ക് മോഹം തോന്നരുത്. എല്ലാവരും ഒരുപോലെയല്ല. ചിലർക്ക് ചിലരേക്കാൾ ചില പ്രത്യേകതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില അനുഗ്രഹങ്ങൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. അതിനോട് നിങ്ങൾക്ക് മോഹം തോന്നരുത് എന്ന്. പെണ്ണുങ്ങൾക്ക് തോന്നുന്ന ആണുങ്ങളെ മാതിരിയാകണം, പെണ്ണുങ്ങൾക്ക് തോന്നുന്ന ആണുങ്ങൾക്ക് തോന്നുന്ന പെണ്ണുങ്ങളെ മാതിരിയാകണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കേണ്ട. ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ ഒരു പ്രകൃതിയും ആ ഒരു അവസ്ഥയും ആ ഒരു റെസ്പോൺസിബിലിറ്റീസും ആ ചില റോളുകളുമുണ്ട്. ആ റോളുകൾ അലങ്കരിക്കുക എന്നല്ലാതെ മറ്റുള്ളവർക്ക് നൽകിയതിൽ നമ്മൾ ആഗ്രഹം ഉണ്ടായിരിക്കേണ്ടതില്ല എന്നതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ ചില മൈനൂട്ട് ആദാബുകളാണ്. എങ്കിൽ പോലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ ഇഷ്ടം കിട്ടും, പടപ്പുകളുടെ ഇഷ്ടം കിട്ടും. അതിലുപരി നമുക്ക് സ്വന്തമായിട്ട് ഒരു സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിനോട് തൃപ്തിയുള്ളവരായി ജീവിക്കാനും മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കാതിരിക്കാനും മറ്റുള്ളവരോട് ചോദിച്ചു നടക്കാതിരിക്കാനും ഇഫ്ഫത്ത് പടച്ച റബ്ബിനോട്, ഗിനയും ഇഫ്ഫത്തും പടച്ച റബ്ബിനോട് ചോദിക്കാനുമാണ് നാം ഉണർത്തിയത്. ഇത്തരം മറ്റുള്ളവരെ മാത്രം ലക്ഷ്യം വെക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സ് സ്വാഭാവികമായിട്ടും എപ്പോഴും എരുത്തി പോലെ നീറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമുണ്ടാകും. മറ്റുള്ളവരോട് അവർക്കെപ്പോഴും അസൂയയായിരിക്കും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തബാഗദു വല തഹാസദു വല തദാബറു വകൂനു ഇബാദല്ലാഹി ഇഖ്വാന. അല്ലാഹുവിന്റെ ദാസന്മാരെ, നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളായി, ഇഖ്വാനുകളായി, സുഹൃത്തുക്കളായി, സ്നേഹിതന്മാരായി ജീവിക്കണം. പരസ്പരം പകയുണ്ടാകരുത്, പരസ്പരം ഒരു മാത്സര്യ ബുദ്ധി ഉണ്ടാകരുത്, പരസ്പരം അസൂയ ഉണ്ടാകരുത്. മറിച്ച് നിങ്ങൾ ഇഖ്വാനായിരിക്കണം. നമുക്കെന്താണോ നാം ആഗ്രഹിക്കുന്നത് അത് മറ്റുള്ളവർക്കും ആഗ്രഹിക്കണം. എല്ലാവർക്കും ഖൈർ ഉണ്ടാകട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും. നമുക്കൊരു ഖൈർ ലഭിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നത് പോലെ തന്നെ മനസ്സറിഞ്ഞ് പറയാൻ സാധിക്കണം മറ്റൊരുത്തന്, തന്റെ അയൽവാസിക്ക്, തന്റെ കുടുംബക്കാരന്, അല്ലെങ്കിൽ തന്റെ ജ്യേഷ്ഠാനുജന്മാർക്ക് വല്ല അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ. യാതൊരുവിധ ബേജാറും മറ്റൊരാൾക്കൊരു കാര്യം കിട്ടുമോ, അവർ നേടുമോ, അവർ വാങ്ങുമോ, അവർ ഉയരുമോ, അവർ വളരുമോ എന്ന കാര്യത്തിൽ ഒരു ബേജാറും നമുക്കാർക്കും വേണ്ട. എല്ലാം പടച്ച റബ്ബിന്റേതാണ്. വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ്. എല്ലാത്തിന്റെയും അനന്തരം അല്ലാഹുവിലേക്കാണ് പോകാനുള്ളത്. എത്ര നിമിഷ നേരങ്ങൾ കൊണ്ട് കാര്യങ്ങൾ തകർന്നു പോകുന്ന സാഹചര്യമാണ് ഈ ലോകത്തുള്ളത്. ഇപ്പൊ ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനമുണ്ടായിട്ട് കുത്തി ഒഴുകുന്ന വീടുകളും മനുഷ്യന്മാരെയും നമ്മൾ കണ്ടു. അല്ലാഹു എല്ലാവർക്കും ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. ലോകാവസാനത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള
ഇത്തരത്തിലുള്ള പ്രകമ്പനങ്ങളും ഇത്തരത്തിലുള്ള പ്രളയങ്ങളും എത്രയാണ് നമ്മുടെ നാടുകളിൽ ഉണ്ടായിട്ടുള്ളത്. എന്നാലും ആളുകൾക്ക് ആർത്തിയും മറ്റുള്ളവരോടുള്ള പകയും അസൂയയും അവർക്ക് കിട്ടുമോ എന്നുള്ളൊരു ആദിയും എനിക്ക് വാരണമെന്ന മോഹത്തിനും ഒരു കുറവുമില്ല. അതുകൊണ്ട് ഈമാനുള്ള വിശ്വാസികൾ എന്ന നിലക്ക് നമ്മുടെ മനസ്സ് ഫ്രഷ് ആയിരിക്കും. ഒരാളോടും യാതൊരു തരത്തിലുമുള്ള ശത്രുതയോ വിദ്വേഷമോ പകയോ ഇല്ലാത്ത നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇദാ ഫുതിഹത് അലൈക്കുമുൽ ഖസാഇൻ ഫാരിസ് വറൂം, റോമിന്റെയും പേർഷ്യയുടെയും ഖജനാവുകൾ നിങ്ങൾക്ക് തുറക്കപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും? അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി നിങ്ങൾ കൽപ്പിച്ചാലും ഞങ്ങൾ എങ്ങനെയായിരിക്കണം? നിങ്ങൾ പരസ്പരം അസൂയയില്ലാതെ പകയില്ലാതെ മുന്നോട്ട് പോകണം, നിങ്ങൾ മാത്സര്യം കാണിക്കരുത് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, നിങ്ങൾ പരസ്പരം മത്സരിക്കാനും നിങ്ങൾ അസൂയ കാണിക്കാനും നിങ്ങൾ പരസ്പരം പകയും വിദ്വേഷവും കാണിക്കാനും ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കഴുത്തുകൾ പരസ്പരം മുറിക്കുന്ന അവസ്ഥ ഉണ്ടാവും. സൗകര്യങ്ങളും സംവിധാനങ്ങളും സമ്പത്തും ഒരുമിച്ച് വന്നാൽ പിന്നീട് അവിടെ പകയും വിദ്വേഷവും അസൂയയും ഉണ്ടാവുകയും പരസ്പരം കഴുത്തറുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കാം. മറ്റുള്ളവരുടെ കയ്യിലുള്ളത് ആഗ്രഹിക്കരുത് മാത്രമല്ല, അതിൽ നമുക്കൊരു നീരസവും ഉണ്ടാകരുതെന്ന് മാത്രമല്ല, കണ്ണുവെക്കരുത് പറയുമ്പോൾ കണ്ണുവെക്കരുത് അല്ലേ, മറ്റുള്ളവരൊരു കണ്ണുവെക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസനെയും ഹുസൈനെയും മടിയിലിരുത്തി പ്രാർത്ഥിച്ച പ്രാർത്ഥന അമാനി മൗലവിദത്തിൽ തഫ്സീറിന്റെ അവസാന ഭാഗത്തെ സൂറത്തുകളുടെ തഫ്സീർ എടുത്തു കൊടുക്കുന്നുണ്ട്. ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, എല്ലാവിധ പൈശാചികതകളിൽ നിന്നും എല്ലാ തരത്തിലുള്ള ദുഷ്കണ്ണുകളുടെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ നിങ്ങളോട് അള്ളാഹുവിനോട് നിങ്ങളെ തൊട്ട് രക്ഷ തേടുന്നു, നിങ്ങൾക്ക് വേണ്ടി രക്ഷ തേടുന്നു. ഈ ഒരു സംഗതി ആളുകൾക്കിടയിൽ ഉണ്ടാവും. മഹാനായ ആമിർ ബിൻ റബീഅ, സഹ്ൽ ബിൻ ഹുനൈഫ്, ഈ രണ്ടുപേരുടെ വിഷയത്തിൽ സഹ്ൽ ബിൻ ഹുനൈഫ് അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആമിർ ബിൻ ഫുഹൈറ അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തെ വർണ്ണിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഇത്രയും വലിയ സൗന്ദര്യം ഞാൻ ഇതുവരെ കാണുകയുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ബോധരഹിതനായി വീഴുകയും അദ്ദേഹം തളർന്നു പോവുകയും ഒക്കെ ചെയ്ത സാഹചര്യം ഉണ്ടായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിർ ബിൻ റബീഅയെ വിളിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലാമാ യഖ്തുലു അഹദുക്കും മഖാ, എന്തിനാണ് നിങ്ങൾ മറ്റൊരുത്തനെ കൊല്ലാൻ ശ്രമിക്കുന്നത്? അലാ ബറക്ത, നിങ്ങൾക്ക് ബർക്കത്തിന് വേണ്ടി തേടിക്കൂടെ? അപ്പൊ മറ്റൊരാളിൽ ഒരു കാര്യമുണ്ടാകുമ്പോൾ അതിൽ നമ്മൾ ദുഷിച്ച കണ്ണോടുകൂടെ നോക്കുകയോ അത് നശിച്ചു കാണാൻ ആഗ്രഹിക്കുകയോ മോശമായിട്ട് കമന്റ് അടിക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ബാറക്കല്ലാഹു ഫീക്ക്, അള്ളാഹു താങ്കളിൽ ബർക്കത്ത് ചൊരിയട്ടെ, അള്ളാഹു താങ്കൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ, അള്ളാഹു താങ്കൾക്ക് വിജയവും സമാധാനവും നൽകട്ടെ. ഇങ്ങനെ ബർക്കത്തിന് വേണ്ടി, നമുക്കില്ല അയാൾക്കുണ്ട്, നമുക്കത് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവർക്ക് ലഭിക്കുന്ന കാര്യത്തിൽ നമുക്ക് ബർക്കത്തിന് വേണ്ടി തേടാനുള്ള ഒരു പരിശ്രമമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കേണ്ടത്. മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പണിയെടുക്കുന്ന ആൾക്കാർ, മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുകയാണ്, പിന്നെ ആരെങ്കിലും മറ്റൊരാൾക്ക് ഇപ്പൊ ഇങ്ങനൊരു ചൊല്ല് തന്നെ ഉണ്ടെന്നാ പറയണം, മൻ ഹഫറ ലി അഖീഹി ജുബ്ബൻ വഖഅ ഫീഹി മുനക്കബൻ എന്നാണ് പറയുന്നത്. അതായത് ആരെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടിയിട്ടൊരു ചതിക്കുഴി ഉണ്ടാക്കി വെച്ചാൽ ആ ചതിയിൽ വീഴുന്നത് അവൻ തന്നെ ആയിരിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ചതി ഒരുക്കുന്ന, അവരെ നശിപ്പിക്കാൻ വേണ്ടി പണിയെടുക്കുന്ന, അവരെ തകർക്കാൻ വേണ്ടിയിട്ട് ആസൂത്രണങ്ങൾ നടത്തുന്ന, അതിനു വേണ്ടിയിട്ട് പിന്നെ ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടത് അത് അവരുടെ തകർച്ചയ്ക്കുള്ള കാരണമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കയ്യിലുള്ളതല്ല നമ്മുടെ അജണ്ട. നമ്മുടെ അജണ്ട എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കയ്യിലുള്ളതാണ്. പടച്ചറബിന്റെ കയ്യിലാണ് സ്വർഗമുള്ളത്, അവന്റെ കയ്യിലാണ് ബറക്കത്തുള്ളത്, അവന്റെ കയ്യിലാണ് എല്ലാ തരത്തിലുമുള്ള സക്കീനത്തും സമാധാനവും സ്വസ്ഥതയും സന്തോഷവുമുള്ളത്. നാം അവനോടാണ് ചോദിക്കേണ്ടത്, അവനിലാണ് പ്രതീക്ഷ വെക്കേണ്ടത്, അവന്റെ കൈകളിലുള്ളത് നേടിയെടുക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത്. അള്ളാഹുവിന്റെ സ്വർഗവും അവന്റെ അനുഗ്രഹങ്ങളുമാണ് നാം ലക്ഷ്യമാക്കിയിരിക്കേണ്ടത്. അങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ദുനിയാവിനോട് നമുക്ക് വിരക്തിയുണ്ടാകും, ആളുകളുടെ കൈകളിലുള്ളതിനോടും നമുക്ക് വിരക്തിയുണ്ടാകും. പൂർണ്ണമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ജീവിക്കാനും അവന് ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെടാനും അവന് വെറുപ്പുള്ളത് വെറുക്കാനും അതിനു വേണ്ടിയിട്ട് അധ്വാനിക്കാനും നമുക്കെല്ലാവർക്കും സാധിക്കും. പകയില്ലാതെ, വിദ്വേഷമില്ലാതെ, അസൂയയില്ലാതെ, ഏതെങ്കിലും തരത്തിൽ ചതിപ്രയോഗങ്ങളില്ലാതെ
ആരോടും ഒരു വെറുപ്പുമില്ലാതെ എല്ലാവർക്കും ഖൈറും ബറകാത്തുകളും ഉണ്ടാകട്ടെ എന്ന് മനസ്സ് വിശാലമായി തേടാനും പ്രാർത്ഥിക്കാനും നമുക്കെല്ലാവർക്കുമാകുമ്പോൾ നമ്മുടെ ഹൃദയം സമാധാനപൂരിതമാകും. പടച്ചറബിന്റെ ഇഷ്ടം നമുക്ക് കിട്ടും, പടപ്പുകളുടെയും ഇഷ്ടം നമുക്ക് ലഭിക്കും. ആ ഒരു വിധത്തിൽ സന്തോഷകരമായി ഇരുലോകത്തും ജീവിക്കാൻ അള്ളാഹു നമ്മെ തുണയ്ക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരട്ടെ. അവന്റെ പരിശുദ്ധ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും കുടുംബസമേതം പ്രവേശിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചു പിരിഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും നല്ല മുറാദുകളെ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. അള്ളാഹു നമുക്ക് നേരെയുള്ള എല്ലാ മുസീബത്തുകളെയും തടഞ്ഞു വെക്കുമാറാവട്ടെ. നമ്മുടെ ശരീരത്തെ, നമ്മുടെ സമ്പത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ അഭിമാനത്തെ, നമ്മുടെ ദീനിനെ അള്ളാഹു മരണം വരെ സംരക്ഷിക്കുമാറാവട്ടെ. ദുരന്തങ്ങളിൽ അകപ്പെട്ട ആളുകൾക്ക് അള്ളാഹു ആശ്വാസം പ്രദാനം ചെയ്യട്ടെ. നഷ്ടപ്പെട്ടു പോയ ജീവനുകളുടെ പേരിൽ വിലപിക്കുന്നവർക്ക് അള്ളാഹു പകരം നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ഖൈറും ബറക്കത്തുമുള്ള ജീവിതം ഇരുലോകത്തും നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. നമ്മുടെ സമയത്തിൽ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പഠനത്തിൽ, നമ്മുടെ ജോലിയിൽ എളുപ്പവും ആശ്വാസവും സമാധാനവും സന്തോഷവും കൺകുടർമയും അള്ളാഹു ഏറ്റി നൽകുമാറാവട്ടെ. ദുനിയാവിന്റെ കാര്യങ്ങൾ അള്ളാഹു എളുപ്പമാക്കുമാറാവട്ടെ. ദീനിന്റെ കാര്യങ്ങൾക്ക് കൂടുതൽ സമയവും കൂടുതൽ അനുഗ്രഹങ്ങളും വിനിയോഗിക്കാനുള്ള ഒരവസ്ഥ അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ദുനിയാവിലേക്ക് കൂപ്പുകുത്തിപ്പോകുന്ന ഹതഭാഗ്യരിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. മനുഷ്യന്റെ ആജന്മ ശത്രുവായ പിശാചിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സ്വർഗ്ഗക്കാരനായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ഈ രാജ്യത്ത് അല്ലാഹു സമാധാനവും സന്തോഷവും സ്വാതന്ത്ര്യവും നിലനിർത്തുമാറാവട്ടെ. ഇവിടെ അനൈക്യവും കലാപവും ഛിദ്രതയും വിതയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു സൽബുദ്ധി തോന്നിക്കുമാറാവട്ടെ. അവരുടെ ആസൂത്രണങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവരുടെ സംഘശക്തിയെ അല്ലാഹു ചിഹ്ന ഭിന്നമാക്കുമാറാവട്ടെ. ഗസയിലും പരിസര പ്രദേശങ്ങളിലും പട്ടിണി അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വാതന്ത്ര്യവും ആശ്വാസവും അനുഗ്രഹങ്ങളും ബറക്കത്തുകളും വർഷിപ്പിക്കുമാറാവട്ടെ. അവരെ കൊല ചെയ്യുന്ന ഇസ്രായേലിനും അവരെ ഒത്താശ ചെയ്യുന്ന രാഷ്ട്രങ്ങൾക്കും അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب دعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.